ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റുബീസ് യൂണിക് ടേസ്റ്റ്. ഞങ്ങളാണ് കേട്ടോ, റൂബിൻ ചേട്ടനും. അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഷെയർ ചെയ്യുന്ന ഒരു മട്ടർ പനീർ മസാലയുടെ റെസിപ്പിയാണ്. അപ്പോൾ ശരി, നമുക്ക് എങ്ങനെയാണ് മട്ടർ പനീർ മസാല ഉണ്ടാക്കുന്നതെന്ന് നോക്കിയേക്കാം. അപ്പോൾ ഞങ്ങളുടെ വിൻ്റർ സീസണിൽ ഇവിടെ നല്ല സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് മട്ടർ. അപ്പോൾ അത് ഒരു 3-4 തവണ നമുക്ക് അത് തന്നെ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു 3 സബോള എടുത്ത് വെച്ചിട്ടുണ്ട്, 2 തക്കാളിക്കപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു 3-4 പച്ചമുളക്, ചെറിയ പീസ് ഇഞ്ചി, ഒരു 3-4 വെളുത്തുള്ളി, കുറച്ച് മല്ലിയില. ഇത് ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പം പനീർ ഇവിടെ നമുക്ക് സ്ക്വയറായിട്ട് ഇച്ചിരി വലിപ്പത്തിൽ തന്നെ നമുക്ക് കട്ട് ചെയ്ത് വയ്ക്കുക. മട്ടർ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ കഴുകി വൃത്തിയാക്കി വാരാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കതിനുള്ള മസാലയിലോട്ട് പോകാം. ആദ്യം നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് നമ്മുടെ 4-5 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മല്ലിയിലയുടെ ആ തണ്ട് ഒരു 2 ഇഞ്ച് നീളത്തിൽ ആ തണ്ടും കൂടെ മുറിച്ചിട്ട് കൊടുത്ത് നല്ലതായിട്ട് അതിനെ ഒന്ന് ചതച്ചുകൊണ്ട് വരണം. അപ്പോൾ ശരി, ഇത് ചതച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാണിക്കാം. ഇപ്പോൾ ഇതിവിടെ ചതച്ച് കിട്ടിയിട്ടുണ്ട്. ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. പിന്നെ നമ്മളവിടെ സൈഡിൽ എടുത്ത് വെച്ചിരുന്ന നമ്മുടെ ടൊമാറ്റോ 4 പീസായിട്ട് അങ്ങനെ വലുതായിട്ട് ഒരു സോസ് പാനിലോട്ട് ഇട്ട് കൊടുക്കുക. അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ആ വെള്ളത്തിലോട്ട് നമ്മുടെ കശ്മീരി മിർച്ചി പൗഡറും നമ്മുടെ കശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ നമ്മുടെ എണ്ണയും കൂടെ ചേർത്ത് അതിനെ നമുക്കിപ്പോൾ കുറച്ച് ബോയിലാക്കാൻ വയ്ക്കണം. നമുക്ക് ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കാനുള്ളതാണ്. ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കാൻ വേണ്ടിയാണ് കശ്മീരി മിർച്ചി പൗഡർ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും, കശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു നല്ല കളറ് നമ്മുടെ പ്യൂരിക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ചൂടാക്കാൻ വയ്ക്കാം. ഇത് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ സബോള ചെറിയ സ്ലൈസായിട്ട് ഒത്തിരിയും കനം കുറച്ച് ചെറിയ സ്ലൈസായിട്ട് നമുക്കതിനെ നീളത്തിൽ അരിഞ്ഞെടുത്ത് വയ്ക്കണം. അത് നമുക്ക് വറക്കാനുള്ളതാണ്. അത് നല്ലതായിട്ട് അരിഞ്ഞെടുത്ത് വന്ന് അതിൻ്റെ ഓരോരോ ലെയറായിട്ട് മാറ്റി സെപ്പറേറ്റ് ചെയ്ത് വെച്ച് നമുക്കതിനെ വറക്കണം. സബോള വറക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒട്ടും കരിഞ്ഞു പോകല്ല. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിനൊരു കമർപ്പ് ചുവയാണ് വരുന്നത്. അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടത്തില്ല സവോളയുടെ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ലെയർ അടർത്തി മാറ്റി നമുക്കതിനെ വറുത്തുകൊണ്ട് വരാം. ഇപ്പം ചൂടാക്കാൻ ഞാനൊരു ചീനിച്ചട്ടി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ചീനിച്ചട്ടിയിലോട്ട് നമുക്ക് നമ്മുടെ സവോള കുറച്ച് ഇട്ട് നമുക്കതിനെ വറുത്തെടുത്ത് കോരിക്കൊണ്ട് വരണം. അപ്പോൾ അതിനെ കൈവിടാതെ എപ്പോഴും ഓർക്കുക, അത് കരിഞ്ഞു പോകല്ല. അടുത്ത് നിന്ന് നല്ലതായിട്ട് അതിനെ വറുത്ത് കോരി മാറ്റുക. ഇവിടെ നമ്മുടെ സബോള ഇവിടെ വറുത്ത് നല്ല പാകമായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കതിലെ ആ എക്സ്ട്രാ ഓയിലൊക്കെ മാറ്റിയിട്ട് നല്ലതായിട്ട് ഒരു സ്പൂണും കൊണ്ട് അതങ്ങ് നല്ലതായിട്ട് നമക്കി വെച്ചാൽ മതി. ആ എക്സ്ട്രാ ഓയിൽ അങ്ങോട്ട് മാറിക്കോളും. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ പാത്രത്തിലോട്ട് മാറ്റി അതിനെ നിരത്തിയിടുക. ആ സമയം കൊണ്ട് കുറച്ച് വെള്ളം നമുക്ക് ബോയിലാകാൻ വയ്ക്കാം. ബോയിലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വെള്ളത്തിലോട്ട് മട്ടർ നമുക്ക് ഇട്ട് കൊടുക്കുക. മട്ടർ ഒരു 2-3 തിള വരണം. അതൊരു നല്ലതായിട്ടൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾ അരിഞ്ഞ് കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ പനീറിനെയും കൂടെ ഇട്ട് കൊടുക്കുക. നമ്മളിങ്ങനെ പനീർ ചൂടുവെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ പനീർ എക്സ്ട്രാ സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. നമ്മുടെ കറിയിൽ പനീർ ഒട്ടും നമുക്ക് ഹാർഡായിട്ട് വരത്തില്ല. അപ്പം അത് പനീർ ഇട്ട് കൊടുക്കുമ്പോഴേ നമ്മുടെ വെള്ളം ഓഫാക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അതിൻ്റെ അത് കിടന്ന് അലിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മളിവിടെ നമ്മുടെ ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കാൻ വേണ്ടി ടൊമാറ്റോ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സബോളയിൽ ഒരു 1/4 ഭാഗം സബോളയും കൂടെ ഇട്ട് നല്ലതായിട്ട് അതിനെ ഒന്ന് പ്യൂരിയാക്കി കൊണ്ടുവരിക, ടൊമാറ്റോ പ്യൂരി. ബാക്കി ഉണ്ടായിരുന്ന നമ്മുടെ സവോള വറുത്തിട്ട് ബാക്കി ഉണ്ടായിരുന്ന എണ്ണയുണ്ട്. ആ എണ്ണയിലോട്ട് ഞാൻ ഇച്ചിരി ജീരകവും കടുവും കൂടെ ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. അത് പൊട്ടി നല്ലപോലെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരച്ചുകൊണ്ട് വച്ചിരിക്കുന്ന നമ്മുടെ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇതിൻ്റെ എല്ലാം കൂടെ പേസ്റ്റ് ചതച്ചുകൊണ്ട് വെച്ചേക്കുന്നത് അതിട്ട് കൊടുക്കുക. അത് നല്ലതായിട്ടൊന്ന് മൂത്ത് വരണം. അത് മൂത്ത് വരുന്നവരെ അതിനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് നല്ല മൂത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ടൊമാറ്റോ പ്യൂരി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ലതായിട്ട് കൈവിടാതെ ഒന്ന് മൂപ്പിക്കുക. അത് പെട്ടെന്ന് ആയിക്കോളും. അതൊന്ന് കൈവിടാതെ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് അതിനെ മൂപ്പിച്ചെടുത്തുകൊണ്ട് വരിക. ഒന്നും കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. അപ്പം അതായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് അരച്ചുകൊണ്ട് വന്നിരിക്കുന്ന നമ്മുടെ ടൊമാറ്റോ പ്യൂരി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട്
അതിനെ നല്ലതായിട്ടൊന്ന് വേവിക്കുക. അത് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. നിങ്ങൾ ട്രൈ ചെയ്യുമല്ലോ അല്ലേ? എന്നിട്ട് കമൻറ്റൊക്കെ അറിയിക്കുക എങ്ങനെയുണ്ടായിരുന്നെന്ന്. അപ്പോൾ ശരി, ബാക്കി നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ടൊന്ന് പോകാം. അപ്പം നമ്മൾ ടൊമാറ്റോ പ്യൂരി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ആഡ് ചെയ്തിരിക്കുന്ന ടൊമാറ്റോ പ്യൂരിയും നമ്മുടെ ആ പച്ചമുളകിൻ്റെ ആ കൂട്ടും കൂടെ നല്ലതായിട്ട് വേവണം. അപ്പം അതൊരു നല്ലതായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ടൊമാറ്റോ വേവിച്ചിരുന്ന വെള്ളമാണ്, അതും കൂടെ ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഒഴിച്ച് നല്ലതായിട്ടൊന്ന് വരണം. അത് നല്ലതായിട്ടൊന്ന് തിളച്ച് അതിൻ്റെ അകത്ത് എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ലതായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ ഇട്ട് കൊടുക്കണം. മസാലയ്ക്ക് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഒരു കിച്ചൺ കിങ് മസാല, പനീർ മസാലയുണ്ട്, അതും കൂടെ ചേർത്താണ് ഞാൻ ഇട്ട് കൊടുത്താക്കുന്നത്. അതും കൂടെ ചേർത്ത് നമുക്ക് നമ്മുടെ ഇത് വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കുക. കണ്ടല്ലോ, അത് നല്ലതായിട്ട് ഇളക്കി അതിൻ്റെ കൂട്ടത്തിൽ യോജിപ്പിക്കുക. നല്ലതായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ പ്യൂരിയുടെ കൂട്ടത്തിൽ നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊരു 3 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വയ്ക്കണം. അപ്പം അതിൻ്റെ അകത്തുള്ള നമ്മുടെ ആ വെള്ളം നല്ല എക്സ്ട്രാ ഉള്ള വെള്ളമെല്ലാം പറ്റി അതിൽ നിന്ന് നമ്മുടെ വന്ന് കഴിയുമ്പോൾ അതിൽ നിന്ന് നമ്മുടെ എണ്ണ ഇറങ്ങി ആ പരുവാകും. അപ്പോൾ ഈ ചേരം നമുക്കത് മൂടി വെച്ച് കൊടുക്കാം. കണ്ടല്ലോ, മൂടി വെച്ചിട്ട് ഞാൻ തുറന്നപ്പം അതിൻ്റെ അകത്ത് ആ വെള്ളമെല്ലാം പറ്റി നല്ലതായിട്ട് അത് നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കിക്കുക, നല്ല തിക്കായിട്ടുള്ള ഗ്രേവി. നിങ്ങൾക്ക് ഈ പനീർ 2 തരത്തിലെടുക്കാം. പനീർ മട്ടർ മസാല അത് ഇതായിട്ട് ഇരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇച്ചിരി ഗ്രേവിയും കൂടെ വേണമെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിക്കാം. ചുക്കായിട്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പം ഞാനിങ്ങോട്ട് നമ്മുടെ ഗ്രേവി തയ്യാറായ ഇതിലോട്ട് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടറും പനീറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇതാണ് ഇഷ്ടമെങ്കിൽ ഇങ്ങനെയാണേലും എടുക്കാം. അല്ല, വെള്ളം ഇച്ചിരി ഗ്രേവിയാണ് വേണ്ടതെങ്കിൽ ഒരു 2 കപ്പ് വെള്ളം ഞാനിവിടെ എനിക്ക് ആവശ്യം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് നല്ലതായിട്ടൊന്ന് വേവിക്കണം. ഇത് അടച്ച് തന്നെ വയ്ക്കുക, വേവിച്ച് വരണം. ഒരു മട്ടർ ഇച്ചിരി കുറച്ച് വെന്തുള്ളായിരുന്നു. അപ്പോൾ മട്ടർ വേകാൻ വേണ്ടി നമുക്കതിനെ ഇച്ചിരിയും കൂടെ അടച്ചു വയ്ക്കാം. അപ്പം നമ്മുടെ തിളയൊക്കെ വന്ന് നമ്മുടെ ചാറൊക്കെ നല്ലതായിട്ട് കുറുകി പനീറും മട്ടറും നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാം, നല്ല ടെക്സ്ചറൊക്കെ, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടർ പനീർ മസാലയാണ്. ഇതിന് സാധാരണ നമ്മൾ പനീർ മട്ടർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ബട്ടറും നമ്മുടെ ഇച്ചിരി നമ്മുടെ കാഷ്നട്ടിൻ്റെ അതെല്ലാം അരച്ച് ചേർക്കാറുണ്ട്. പക്ഷേ ഇതൊന്നും വേണ്ട. നല്ല ടേസ്റ്റി ആയിട്ട്, അതൊന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. ലാസ്റ്റ് നമുക്ക് അത് നല്ലതായിട്ടൊന്ന് കുറുകി വന്നു കഴിയുമ്പോൾ അതിലോട്ട് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. ആ സമയം കൊണ്ട് ചൂടായിട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ മുകളിലോട്ട് നമുക്കൊരു കസ്തൂരി മേത്തി കുറച്ച് ഇല ഇട്ട് കൊടുത്ത് അതിനെ നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കുക. ചൂടായിട്ടുള്ള ഏതെങ്കിലും പാത്രത്തിന് മുകളിലോട്ട് കസ്തൂരി മേത്തി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അത് നല്ലതായിട്ട് ചൂടായി നല്ലതായിട്ട് പൊടിഞ്ഞ് കിട്ടും. അതുകൂടാതെ കുറച്ച് മല്ലിയിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുക. നമ്മുടെ കറിയുടെ ഏറ്റവും മേളിലിടാനാണ്. ഇത് കറിക്കൊരു നല്ല മണവും നല്ല ടേസ്റ്റും കൊടുക്കുന്നതാണ്. മല്ലിയിലയും കസ്തൂരി മേത്തിയുമാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കറി നല്ലതായിട്ട് മൂടി വെച്ച് ഒരു തളയും കൂടെ വന്നു കഴിയുമ്പോൾ ഇവിടെ നമ്മുടെ കറി ആയി കിട്ടി. ഉണ്ടല്ലോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി. ഇപ്പം മട്ടർ എല്ലായിടത്തും വരാൻ തുടങ്ങിയിട്ടുണ്ട്, ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. ഈ തണുപ്പ് കാലത്ത് നമുക്കൊരു 4-5 തവണയെങ്കിലും ഇത് വെച്ച് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ശരി, ഇപ്പം ഇവിടെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടർ പനീർ മസാല റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യണം. റൊട്ടിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം നല്ലതാണ്, ടേസ്റ്റാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഗ്രീൻ സലാഡും കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഒക്കെ ലൈക്ക് സബ്സ്ക്രൈബ്
കമൻറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.